ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ എൻ്റെ വായിൽ തൊട്ടു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് അവൻ എൻ്റെ വായിൽ തൊട്ടു. കർത്താവ് യെശയ്യാവിന്റെ വായിൽ തൊട്ടു. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിക്കും ഉദ്ദേശത്തിനും ആവശ്യമായിരുന്നു. വലിയ പ്രവചനങ്ങൾ പ്രാപിക്കാനും അവന്റെ മഹത്വത്താൽ പ്രകാശിക്കാനും യെശയ്യാവിന്റെ അധരങ്ങൾ ആദ്യം യാഗപീഠത്തിൽ നിന്നുള്ള തീയും രക്തവും കൊണ്ട് സ്പർശിക്കണമായിരുന്നു. ആ യാഗപീഠം കാൽവരിയുടെ ക്രൂശിനെ പ്രതിനിധീകരിക്കുന്നു. ആ തീ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ പ്രതീകപ്പെടുത്തുന്നു. ദൈവത്തിന്റെ പ്രിയ പൈതലെ, ഇന്ന് നിങ്ങളെയും കർത്താവിന് ആവശ്യമുണ്ട്. തന്റെ വിലയേറിയ രക്തത്താൽ നിങ്ങളെ ശുദ്ധീകരിക്കാനും തന്റെ ആത്മാവിന്റെ അഗ്നിയാൽ അഭിഷേകം ചെയ്യാനും അവൻ ആഗ്രഹിക്കുന്നു. കർത്താവ് യെശയ്യാവിനെ മാത്രമല്ല യിരെമ്യാവിനെയും സ്പർശിച്ചു. അവൻ എഴുതുന്നു, അപ്പോൾ കർത്താവ് തന്റെ കൈ നീട്ടി എന്റെ വായിൽ തൊട്ടു. കർത്താവ് എന്നോട് പറഞ്ഞു, ഇതാ ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ വെച്ചിരിക്കുന്നു. ഇതാ ഇന്ന് ഞാൻ നിന്നെ ജാതികളുടെയും രാജ്യങ്ങളുടെയും മേൽ ആക്കിയിരിക്കുന്നു എന്ന്. ഇത് യിരെമ്യാവ് 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. നിന്റെ വായ് കർത്താവിന് സമർപ്പിക്കുക. വ്രതമായ വാക്കുകൾ മാറ്റിവെച്ച്, കർത്താവെ, നിന്റെ വിശുദ്ധ അഗ്നി എന്റെ അധരങ്ങളെ സ്പർശിക്കട്ടെ. ഞാൻ എഴുന്നേറ്റ് നിനക്ക് വേണ്ടി പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. തിരുവെഴുത്തുകളിലുടനീളം കർത്താവ് ആളുകളെ സ്പർശിക്കുന്നത് നാം കാണുന്നു. മനുഷ്യന്റെ സാശ്രയത്തെ പ്രതിനിധീകരിക്കപ്പെടുന്നതായി അവൻ യാക്കോബിന്റെ തുടയിൽ തൊട്ടു. സ്വന്തം ശക്തിയിൽ അലഞ്ഞു നടക്കുന്നവരെ കർത്താവ് തൊടുമ്പോൾ നേരെയാക്കുന്നു. അവർ അവന്റെ വഴിയിൽ നടക്കാൻ പഠിക്കുന്നു. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരകെട്ടി നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നടന്നു. എന്നാൽ നീ വൃദ്ധനാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടും, മറ്റൊരാൾ നിന്നെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും എന്ന്. ഇത് യോഹന്നാൻ 21-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഇന്ന് നാം കർത്താവിന്റെ മുൻപിൽ അരകെട്ടി അവന്റെ വഴിയിൽ നയിക്കേണ്ടതിന് നാം പരിശുദ്ധാത്മാവിന് കീഴടങ്ങേണ്ടതല്ലേ? ശൗലിനെ പൗലോസാക്കി മാറ്റാൻ കർത്താവിന് അവന്റെ കണ്ണുകളെ തൊടേണ്ടി വന്നു. കുറച്ചു കാലത്തേക്ക് അവൻ അന്ധനായിരുന്നു. എന്നാൽ കർത്താവ് വീണ്ടും കണ്ണുകൾ തുറന്നപ്പോൾ അവ ദിവ്യദർശനങ്ങളും ആത്മീയ സത്യങ്ങളും കാണുന്ന കണ്ണുകളായി, ക്രിസ്തുവിന്റെ മഹത്വം കാണുന്ന കണ്ണുകളായി. കർത്താവ് രോഗികളെയും ഹൃദയം തകർന്നവരെയും കുഷ്ഠരോഗികളെയും പോലും ഒരു മടിയും കൂടെ സ്പർശിച്ചു. നായിനിലെ വിധവയുടെ മകനെ അവൻ സ്പർശിക്കുകയും അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഇന്ന് അതേ യേശു നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്പർശനം ഇപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്ന് നിങ്ങളെ തൊടാൻ നിങ്ങൾ അവന് ഇടം നൽകുമോ? അവന്റെ ദിവ്യ സ്പർശനത്താൽ പൂർണ്ണമായും രൂപാന്തരപ്പെടാൻ നിങ്ങൾ അവന്റെ കൈകളിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമോ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോബ് 19-ാം അധ്യായം 21-ാം വാക്യം. എന്നോട് കരുണ കാണിക്കണമേ എൻ്റെ സ്നേഹിതരെ, ദൈവത്തിന്റെ കൈ എന്നെ സ്പർശിച്ചതിനാൽ എന്നോട് കൃപ തോന്നണമേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ വിലാപങ്ങൾ 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം എബ്രായർ 10-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.